ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മലയാള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. അച്ഛമ്മയുടെ പിറന്നാളായിട്ട് കേക്ക് മുറിക്കുക എല്ലാവരും കൂടെ. അപ്പോൾ വിക്രം എന്തെന്ന് ചോദിക്കുമ്പോൾ വിക്രം പുറത്തേക്ക് പോയത് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ശ്രീജ എന്തെന്ന് ചോദിച്ചു. ശ്രീജ പുറകിൽ നിൽക്കുന്നു. ശ്രീജ, നീ ഇതിനെ പുറകിൽ പോയി നിൽക്കുന്നേ, ഇത് നിന്റെ ദിവസമല്ലേ എന്ന് ചോദിച്ചു. അതിനാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത്, നീ വന്നേന്ന് പറഞ്ഞ് ശ്രീജയെ വിളിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തുവാട്ടോ. അപ്പോൾ ഈ കേക്ക് മുറിക്കാൻ പറഞ്ഞു. അന്നേരം അതൊന്നും വേണ്ട, അമ്മ കട്ട് ചെയ്താൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കട്ട് ചെയ്താൽ മതിയെന്ന് ശ്രീജ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അച്ഛൻ്റെ സഹായവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെ തുടരാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്ന് ശ്രീജ പറയൂ കേട്ടോ. പുതിയ സംരംഭത്തിലും എനിക്ക് അച്ഛൻ്റെ സഹായം വേണം, അച്ഛൻ മുറിച്ചാൽ മതിയെന്ന് ശ്രീജ അച്ഛനോട് പറയൂ കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊക്കെ ഒരു പുച്ഛഭാവത്തോടെ നോക്കി കണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദിനിയോപ്പോൾ. തൊട്ടടുത്ത നിമിഷം നമ്മുടെ വിക്രവും വന്നു. ഇപ്പോൾ എല്ലാവരും ആയി. അപ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ എൻ്റെ മോള് നല്ലൊരു സംരംഭം ഇവിടെ തുടങ്ങി വെക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് സുധാകര മാഷു പറയുക. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. വിനായകൻ ഇങ്ങനെ നോക്കുക കേട്ടോ. നന്ദിനിയുടെ മുഖമെന്നും പറഞ്ഞിരിപ്പുണ്ട്. ശ്രീജ മോളെ, ഏത് ബിസിനസ്സിലും ഏറ്റവും പ്രധാനമായി വേണ്ടത് സത്യസന്ധതയും കഠിന പ്രയത്നമാണെന്ന കാര്യം അച്ഛൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ മക്കളായിരുന്നെങ്കിൽ അതുണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാഷ് പറയാം. അപ്പം കളിച്ച് ചിരിയും ചിരിച്ച് നിൽക്കുക മൂന്ന് മക്കളും. പക്ഷേ നീ ആയതുകൊണ്ട് അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് എന്നും അച്ഛൻ പറഞ്ഞു. ഇത് നാളെ വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്നും സുധാകര മാഷു പറഞ്ഞു. അതിനുശേഷം കേക്ക് മുറിച്ചു. ഓരോരുത്തർക്കായിട്ട് കേക്ക് കൊടുത്തു. നന്ദിനിക്കൊക്കെ ആണെങ്കിൽ അത് മേടിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. വിനായകൻ മേടിച്ചപ്പോൾ വിനായകനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദിനി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വേദയുടെ കയ്യിലേക്ക് നമ്മുടെ കമലയെ ഏൽപ്പിച്ചു. എന്തായാലും ഈ ഒരു സന്തോഷം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റേതും കൂടിയാണെന്നുള്ള ആ ഒരു തോന്നൽ ഈ വീട്ടിൽ ഓരോരുത്തർക്കും വേണം കേട്ടോ എന്ന് കമല പറഞ്ഞു. നന്ദിനെ ഉൾക്കൊള്ളിച്ചു പറഞ്ഞു. നന്ദിനി മാറി അന്യയെ പോലെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സംഭവിച്ച കളരിക്കൽ സുധാകരൻ മാഷിന്റെ വീട്ടിൽ തുടങ്ങിയതാണെന്ന് ഈ ആൾക്കാർ പറയത്തുള്ളൂ കേട്ടോ എന്നും നമ്മുടെ കമല പറയുന്നു. എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ നന്ദിനി. അന്നേരം അത് പേടിക്കണ്ടമ്മേ, അച്ഛൻ ഞങ്ങളെ പറ്റി പേടിച്ചതുപോലെ ഒന്നും ഇതിലുണ്ടാവില്ല എന്ന് വിശ്വം പറയുക. ഇതിലെല്ലാ കാര്യങ്ങളിലും വേദയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകും എന്ന് വിശ്വം പറയുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുവാണ്. അപ്പോൾ നന്ദിനി എടുത്ത് ശ്രീജ എടുത്ത് സഹായിക്കാൻ വേണമെന്ന് പറഞ്ഞു. എന്നാലും അത് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ കേക്ക് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടാന്ന് നന്ദിനി പറഞ്ഞു. ചെറിയ രീതിയിൽ തുടങ്ങാം ശ്രീജയെ, പാസ്സായ തുക പൊടിക്കാനും ഇടിക്കാനും ഒന്നുള്ള മെഷീനുകളൊന്നും വാങ്ങിക്കേണ്ട, വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി ചെറിയ പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതേ ഉള്ളൂ അമ്മേ, വിശ്വേട്ടൻ ഓർഡർ പിടിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വേട്ടാ, ഞാൻ കുറച്ച് ഹോൾസെയിൽ ഡീലേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. മാസം ഒരു 100 കിലോ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ടീംസ്. പിന്നെ എൻ്റെ കമ്മീഷൻ്റെ കാര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ആവാട്ടോ എന്ന് വിനായകൻ പറയുമ്പോൾ, എൻ്റെ പൊന്നു വിനായക, നീ ഇതുവരെ ഏർപ്പാടാക്കി തന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഇനി എനിക്ക് നിന്റെ സഹായം വേണ്ട എന്ന് വിനായകനോട് പറഞ്ഞു. പറഞ്ഞു നിൽക്കാൻ നന്ദിനി, ഞാൻ എൻ്റെ വഴിയെ പൊക്കോളാം, നീ നന്ദിനിയും കുറുകെ വരാതിരുന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അപ്പോഴും നന്ദിനി ഇങ്ങനെ നോക്കും കേട്ടോ. അതേതായാലും നല്ലതാ, അല്ലെങ്കിൽ നന്ദിനി അതും കണക്കിൽ പെടുത്തി വെക്കുമെന്ന് പറഞ്ഞു കമലയെ. അയ്യോ ഇല്ലേ, ഇനി ഒരു കണക്ക് ഞാൻ പറയാൻ വരുന്നില്ലേ എന്നും പറഞ്ഞ് നന്ദിനി പറയുമ്പോൾ ഒരു കേക്ക് എടുത്ത് വിനായകൻ നന്ദിനിക്ക് കൊടുത്തു. ആർക്കാന്ന് വെച്ചാൽ കൊടുക്കോ എന്നും പറഞ്ഞോണ്ട് നന്ദിനി നിൽക്കുക. അപ്പം എന്താ വിനായകൻ ചേട്ടാ നന്ദിനി അടുത്ത് ഇങ്ങനെ എന്ന് വേദ അന്നേരം ചോദിച്ചു. നമ്മൾ അന്ന് പറഞ്ഞതൊക്കെ മറന്നു പോയോ എന്ന് വേദ ചോദിക്കും. അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ നോക്കും കേട്ടോ. എന്ത് പറഞ്ഞത്? അന്നേരം അതെ, ഞാനും അതന്നെ ആലോചിക്കുന്നത്, എന്താ ഇവളിങ്ങനെ എന്ന് വിനായകൻ വേദയോട് ചോദിക്കും കേട്ടോ. നന്ദിനി ഇങ്ങനെ നോക്കുക. എടി നന്ദിനി, വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോഴാണോ ഇതിനെ മുഖം വേർപ്പിക്കല, എടുത്ത് കഴിക്കടി കേൾക്കോ എന്ന് വിനായകൻ നന്ദിനോട് പറയുമ്പോൾ നന്ദിനി പിന്നെയും തിരിഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ വിക്രത്തിന് പേടിയായി. വിക്രം ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് നിൽക്കുക. എടുക്കടി എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ ഒരു പേടിപ്പീര് നന്ദിനി തന്നെത്താൻ കേക്ക് എടുത്ത് കഴിച്ചു. അപ്പം പറയേണ്ടതുപോലെ പറഞ്ഞാൽ കഴിക്കാൻ നന്ദിനിക്ക് അറിയാം അല്ലേ എന്നിങ്ങനെ പറയുകയും ചെയ്തവർ. അന്നേരം വിക്രം, വേതാളം, നീ വിനായകൻ ചേട്ടനെ ശരിക്കും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. കുറച്ചു കാലം അങ്ങനെ പോട്ടെ വിക്രമൻ സ്വാമി എന്ന് വേദ വിക്രത്തോട് പറയുമ്പോൾ, എത്ര കാലമാണെന്ന് ചോദിച്ചു വിക്രം. മലയ്ക്ക് പോയി വരുന്നത് വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ, വന്നട്ടോ ഒന്ന് അപ്പം ആലോചിക്കാം നമുക്കൊന്ന് വേദ പറയാം. രണ്ടുപേരും കൂടെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. പാവം നന്ദിനിയും എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ചോളി നിൽക്കുക. എന്തായാലും നമ്മുടെ ശ്രീജയുടെ
സംരംഭത്തിൻ്റെ തുടക്കം സൂപ്പറായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശ്രീകാന്തും അമ്മാവനും കൂടി ഇന്ന് സംസാരിക്കുക. അപ്പോൾ വെറുതെ നമ്മൾ കാര്യങ്ങളെല്ലാം ഇത്രത്തോളം ആക്കി വെച്ചു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാവനും മരുമോനും കൂടി ഇന്ന് സംസാരിക്കുന്നു. ചില കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള സ്ഥലമല്ലേ എന്ന് പറഞ്ഞു. അപ്പം അത് നീ പറഞ്ഞത് ശരിയാണെന്നു. പല അധോലോക ഡീലിങ്ങുകളും നടക്കുന്നത് ഇതിൻ്റെ ആംബിയൻസിലാണെന്നും അമ്മാവൻ പറയുന്നു. എന്താ നിൻ്റെ അധോലോക? അപ്പോൾ വേറെ എന്തെല്ലാം വേണമെന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ആൾ വന്നു. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത്? നീ ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അപ്പോൾ വേദ ഇന്ന് ഓഫീസിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് നീ വന്നിട്ട് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ, പിന്നെയും വന്നോന്ന് ചോദിച്ചു. അന്നേരം അത് തന്നെയെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞു. പിന്നെയും കുറച്ചുകൂടി എടുത്ത് ഒഴിച്ചു. അപ്പം നിന്റെ നോട്ടത്തിലും നിന്റെ പ്രകൃതത്തിലും ഒക്കെ എന്തോ കുഴപ്പമുള്ളതുപോലെ, എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ കാര്യം? നേരിട്ട് നീ കാര്യത്തിലേക്ക് വാ, സംഭവം എന്താ പറയാൻ പറഞ്ഞു അമ്മാവൻ. അന്നേരം അത് പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഒരു കുപ്പിയും കൂടെ എടുത്ത് ഒഴിച്ചു. മരുമകൻ അങ്ങ് ഒഴിച്ചങ്ങ് കൊടുത്തു. ഇനി പറയാൻ പറഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റി എന്ന് ശ്രീകാന്ത് പറയാം. അപ്പോൾ എന്താ അബദ്ധമായിരുന്നു എന്ന് നീ പറയാൻ പറഞ്ഞു. അന്നേരം അന്ന് അവിടെ നടന്നൊരു ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞു. ഫോട്ടോയോ? കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആ ഫോട്ടോ ലീക്ക് ആക്കുമെന്ന് വിക്രം എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ശ്രീകാന്ത് പറയുക. അതാ അന്ന് ഞാൻ പിന്മാറാൻ കാരണമെന്ന് ശ്രീകാന്ത് പറയുക. അപ്പം അതെന്ത് ഫോട്ടോയാണെന്ന് അവൻ മരുമോനോട് ചോദിച്ചു. എടാ നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അച്ഛാ അത് എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുക. അവളും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അതെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ ഞെട്ടി. അയ്യോ വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫി എടുത്തതാണെന്ന് പറഞ്ഞപ്പം പാലടക്കടാന്ന് പറഞ്ഞു. നീ ആരുടെ മുഖത്ത് നോക്കിയാണ് ഇത് പറയുന്നത് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛ മിണ്ടി പോകരുത് നീ, അവന് പ്രേമം തോന്നിയത്രേ. പിന്നെ എന്തോന്നിനാടാ നീ എൻ്റെ മോളെ വിവാഹം കഴിച്ചത് എന്ന് ഇയാൾ ചോദിക്കുക. അടിച്ചതിൻ്റെ പല്ല് തെറിപ്പിക്കാൻ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അച്ഛ പതുക്കെ പറ, ഞാനൊന്ന് പറയട്ടെ. അപ്പം നീ ഒരു കോപ്പും പറയണ്ടടാ. എന്നിട്ട് ആ കാര്യം നീ കെട്ടിയോളുടെ തന്തയോട് തന്നെ എഴുന്നള്ളിക്കുന്നു, നാണം കെട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. വർഷ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് അച്ഛാ ഞാൻ പറയുന്നത്. വേറെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നും ഇങ്ങനൊരു അടുപ്പം തോന്നി. ഒരിക്കൽ ഒരുമിച്ചൊരു ഫോട്ടോയും എടുത്തു. അവളുടെ പിറന്നാളിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് കരുതി ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ പതിയെ ആ റിലേഷൻഷിപ്പ് അങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. അവളായിട്ട് അകന്നു പോവുമായിരുന്നു എന്നും ഞാൻ എൻ്റെ കോണ്ടാക്റ്റിനൊന്നും പോയിട്ടുമില്ല എന്നും പറഞ്ഞു. ആ സമയത്താണ് ആൻ്റെ അച്ഛനും കൂടി ഈ പ്രപ്പോസൽ തീരുമാനിച്ചതെന്നും ഒരു ബന്ധം ഇല്ലാതിരുന്നിട്ടും നീ ആ ഫോട്ടോ 1-2 വർഷം സൂക്ഷിച്ചു വെച്ചില്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ ആ ഷെൽഫിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉള്ള കാര്യം ഞാൻ മറന്നു പോയെന്ന് പറഞ്ഞു. ഇങ്ങനൊരു അടുപ്പുണ്ടായിരുന്ന കാര്യം കല്യാണത്തിന് മുൻപ് നിനക്ക് വർഷയോട് പറയാറുന്നില്ലേ എന്ന് അച്ഛൻ ഇയാളോട് ചോദിച്ചു. അപ്പം ശരിക്കും പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ വർഷ വളരെ പൊസസീവാണെന്ന് എനിക്ക് അറിയാമെന്നും അവൾ എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ ഇപ്പം ഇത് എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കാം. പഴയ കാര്യമല്ലേ, പോട്ടെ എന്ന് വെക്കാമായിരുന്നില്ലേ എന്ന് അയാൾ ചോദിച്ചു. ആ പെൺകുട്ടി ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സായി നിൽക്കുകയാണെന്നും വിക്രം അവളുമായി ചേർന്ന് എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താ എന്നൊക്കെ പറഞ്ഞപ്പം നീ പറഞ്ഞതുപോലെ ആ വിശുദ്ധ ബന്ധം ഇല്ലായിരുന്നെങ്കിലേ പിന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അച്ഛാ ഒരു അലിഗേഷൻ വന്നാൽ എല്ലാവരും പെണ്ണ് പറയുന്നതല്ലേ വിശ്വസിക്കുള്ളൂ എന്ന് ചോദിച്ചു. ഒരു തീപ്പൊരു വീഴ്ത്താത്ത നല്ല കുട്ടിയായിരുന്നിട്ടും അവൾ നിന്നെ പുകയ്ക്കും അല്ലടാ എംപോക്കി എന്നും ചോദിച്ചുകൊണ്ട് അയാൾ ചോദിക്കുക. അപ്പോൾ നിന്നെ പോലെ തന്നെ അവളും ഒരു പരനാറിയാണല്ലേടാ എന്നൊക്കെ ഇയാൾ ശ്രീകാന്തിനോട് ചോദിച്ചു. അപ്പോൾ ആൾക്കാരെങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അച്ഛാ എന്ന് ശ്രീകാന്ത് പറയുക. വിക്രമിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് എനിക്കെതിരെ അവളെ ഇളക്കി വിടാനെങ്ങാനും പറ്റിയ അതോടുകൂടി എല്ലാം കഴിഞ്ഞില്ലേ എന്നും ശ്രീകാന്ത് ചോദിക്കാം. അച്ഛൻ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല, അത് വർഷയുടെ ജീവിതത്തെയും ബാധിക്കുമെന്ന് പറയുമ്പം എൻ്റെ മോളെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ലടാ, അവൾ അന്തസ്സായി എൻ്റെ വീട്ടിൽ കഴിയുവടാ എന്ന് അച്ഛൻ ഇവനോട് പറഞ്ഞു. അച്ഛാ എനിക്കിത് പറയാൻ വേറെ ആരും ഇല്ല അച്ഛാ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെയൊക്കെ ഒരു തെണ്ടിത്തരത്തിന് ഞാൻ കൊടുത്തുക്കണം അല്ലാടാ നായെന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ അച്ഛാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അച്ഛാ, ഞാൻ പറഞ്ഞ അച്ഛനൊന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. നീ പറഞ്ഞതുപോലെ അല്ല കഥയുടെ കിടപ്പെങ്കിൽ ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞു. സ്വന്തം കുഴി തോണ്ടി ശ്രീകാന്ത് അങ്ങനെ ഇരിക്കുക.
അപ്പോൾ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണമെന്ന് നമുക്ക് അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയി. എന്തായാലും സ്വന്തം അവീത കഥ അമ്മായപ്പനോട് തന്നെ പറഞ്ഞ് ശ്രീകാന്ത് മുട്ടം പണിയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ശ്രീകാന്ത് എന്നിട്ട് അവിടെ എങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ മുത്തശ്ശി വിളക്കൊക്കെ കൊളുത്തി. അപ്പോഴത്തേക്കും വിക്രം കുളിയും കഴിഞ്ഞ് കയറി വന്നു. സ്വാമിയെ ശരണം അയ്യപ്പ എന്നും പറഞ്ഞ് അയ്യപ്പനെ വിളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വിക്രം ഇങ്ങനെ നിൽക്കുക ശരണം വിളിച്ചിട്ട്. അപ്പോഴത്തേക്കും വേദ വന്നു. വേദയും കുളിച്ച് റെഡിയായി. അപ്പോഴേക്കും വിക്രം ഞാനിന്ന് വർക്ക്ഷോപ്പിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അയ്യോ ഇന്ന് പോകാൻ പറ്റത്തില്ല എന്ന് വേദ പറഞ്ഞപ്പോൾ എനിക്ക് വർക്ക്ഷോപ്പിൽ പോയേ പറ്റുള്ളൂ എന്ന് വിക്രം. സ്വാമി ചെന്നില്ലെങ്കിലും അവിടുത്തെ പണികളൊക്കെ നടക്കില്ലേ എന്ന് വേദ ചോദിക്കാം. ഇനി നിർബന്ധമാണെങ്കിലേ ഉച്ച കഴിഞ്ഞ് വരുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. തൽക്കാലം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു വേദ. അന്നേരം കാര്യം ഒന്ന് പറഞ്ഞൂടെ എന്ന് വിക്രം ചോദിക്കാം. വിക്രം സ്വാമി ആദ്യം പറഞ്ഞതനുസരിക്കൂ, കൂടെ ചെല്ലോ എന്ന് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു. അച്ഛമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കൂടെ പോവുകയാണ് നമ്മുടെ വിക്രം വേദയ്ക്കൊപ്പം. എന്നിട്ട് അച്ഛൻ പറമ്പിൽ കിളയ്ക്കുക. ആ കൂട്ടത്തിൽ വിക്രത്തിന് ഒരു ടീഷർട്ടൊക്കെ കൊടുത്ത് വേദ പറമ്പിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കിളയ്ക്കുന്നത് വിക്രം കണ്ടു. നമ്മളിതിന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് വേദ വിളിച്ചു. അച്ഛൻ വാഴ നടന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. അന്ന് കണ്ണു പറഞ്ഞു വെച്ചിട്ടുണ്ടേ ഇനി കുഴിയെടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞു. നേരത്തേക്ക് വിക്രത്തിനെ കൂടെ കൊണ്ടുവന്ന വേദ പറയുകയാണ് ആ കുഴിയെടുക്കാൻ ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കൂ കേട്ടോ. ആള് വിക്രം കുഴിയെടുത്തോളും, എങ്ങനെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നേന്ത്രവാഴയാണ് നടേണ്ടത്, ചീരത്തണ്ട് കുത്താനല്ല എന്ന് പറയുമ്പം വിക്രത്തെ അത്രയ്ക്ക് അങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. ഒരു 10-25 വാഴക്കുള്ള കുഴിയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് വിക്രം കുഴിക്കും, അച്ഛൻ നോക്കിക്കോളാൻ പറഞ്ഞു വേദ. അല്ല സ്വാമി അതിന് കുഴിച്ചിടാൻ ഇവിടെ ഉള്ളതൊന്നും ഇല്ലല്ലോ. കണ്ണ് സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ആഴ്ച കഴിഞ്ഞാൽ അത് വാങ്ങാമെന്ന് മാഷ് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പം കുഴിച്ചാൽ പോരെ എന്ന് വിക്രം ചോദിച്ചു. അതെ വെറുതെ അങ്ങ് നട്ടാ പോരാ, കുഴി 2 ആഴ്ച വെയിൽ കൊള്ളിക്കണമെന്ന് മാഷ് അന്നേരം പറഞ്ഞു. അപ്പം അതെന്തിനാണെന്ന് വിക്രം വേദയോട് ചോദിച്ചു. ആദ്യം കുഴിയുടെ പുളി പോണം, എന്നിട്ടേ കന്ന് നടാൻ പാടും. കുഴിയുടെ പുളിയോ എന്ന് വിക്രം ചോദിച്ചു. എന്ന് വെച്ചാൽ മണ്ണിൻ്റെ അസിഡിറ്റി ഒപ്പം രോഗാണുക്കളും, അതിന് ഏറ്റവും നല്ലത് സൂര്യപ്രകാശം തട്ടിക്കലാണെന്ന് പറഞ്ഞു അച്ഛൻ. എന്നാ വിക്രം കുഴിച്ച് തുടങ്ങിക്കോട്ടെ അല്ലേ അച്ഛാ എന്ന് വേദ. അപ്പം അച്ഛൻ ഇങ്ങനെ വേദയെ നോക്കൂ കേട്ടോ. അച്ഛന് ചിരിയും വരുന്നുണ്ട്. കൈക്കോട്ടും മൺവെട്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എടുത്തങ്ങ് ചെയ്താൽ പോരെ, പറഞ്ഞുകൊണ്ട് നിൽക്കണമെന്ന് ചോദിച്ചു. എന്നിട്ട് കൊച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തെ കൊണ്ട് ചെയ്യിക്കുക. വേദ നോക്കി നിൽക്കുമ്പോൾ വിക്രം കുഴിക്കുമ്പോഴത്തേക്കും അതെ ചീര നടാനല്ല വാഴ നടാനാ കുഴിക്കേണ്ടത്. 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച, അങ്ങനെ വേണം കുഴിക്കാൻ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ തൊടങ്ങിക്കോ എന്നും പറഞ്ഞു വേദ അവിടെ നിന്ന് പറയും ഡീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ കിളയൊക്കെ കണ്ടപ്പോൾ അച്ഛൻ അത്ര അങ്ങ് ദഹിച്ചില്ല. അച്ഛൻ അങ്ങ് മാറിയിക്ക എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കുഴി എടുത്ത് വിക്രത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ വേദ അവിടെ നിന്ന് ആലോചിക്കുക, അച്ഛനും മോനും തമ്മിൽ ഒന്നിക്കാൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ കയ്യിൽ ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെന്ന് അന്ന് അച്ഛമ്മ പറഞ്ഞ കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ അച്ഛമ്മ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അങ്ങനെ വേദ വിക്രം കുഴിയെടുക്കുന്നത് നോക്കി നിൽക്കും. അച്ഛൻ കാണിച്ചു കൊടുത്തനുസരിച്ച് വിക്രം നല്ല സൂപ്പറായിട്ട് കളച്ചു. അന്നേരത്തേക്കും വേദ വീട്ടിലേക്ക് വന്നു. കമല അങ്ങോട്ട് വരുക. എന്നാ മോളെ എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. അപ്പോൾ അതേ അമ്മേ പുതിയ കാണാത്ത കാഴ്ചകൾ കണ്ട് ആരായാലും സന്തോഷിച്ചു പോവില്ലേ എന്ന് ചോദിച്ചു. എന്താ ഇത്ര വലിയ സന്തോഷം നൽകുന്ന കാഴ്ച? ഇതിൽ എത്ര പേർക്കുള്ള ചായ ഉണ്ട് അമ്മയെന്ന് ചോദിച്ചു. അപ്പം അച്ഛനാന്ന് പറഞ്ഞു. എന്നാൽ പോരാ 2 പേർക്കുള്ളത് കൊണ്ടുപോകണമെന്ന് വേദ പറയുമ്പോൾ അവിടെ അച്ഛനും മോനും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്ന അമ്മേ. ആര്? വിക്രത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. വിക്രോ? 2 പേരും കൂടി ഒന്നിച്ചെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ജോലി ചെയ്യുമ്പോഴേ പതിയെ കൂടുതൽ അടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വേദ കാര്യങ്ങളെല്ലാം കമലയോട് പറഞ്ഞു. എന്നിട്ട് കമലയെ കൊണ്ട് കൂടുതൽ ചായ എടുപ്പിച്ച് കൊണ്ടുപോകും. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നു. അച്ഛമ്മയെ കണ്ടപ്പോഴത്തേക്കും പോത്തും പതുങ്ങിയും അച്ഛമ്മയെ സോപ്പിടാനായിട്ട് ആശാത്തി വരുവാണ്. നൈസായിട്ട് മൊബൈലും എടുത്തു വന്നു. അച്ഛമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കാണുമോ. അച്ഛമ്മ അന്നേരം നന്ദിനി ഇങ്ങനെ നോക്കി. നന്ദിനി ഒരു അളിഞ്ഞ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛമ്മയുടെ കണ്ണു പൊത്തി പിടിച്ചു. അപ്പോഴത്തേക്കും നന്ദിനി ഇതൊക്കെ കാണുമല്ലേ, അവിടെ ഒരു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദിനി. വേദമോളാന്ന് അറിയാമല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനി ഇത് ഗോഷ്ടി കുത്തുന്നത് വേദ കണ്ടു. അപ്പോഴത്തേക്കും വേഗം നന്ദിനി തിരിഞ്ഞിരിക്കട്ടോ വേദ കാണാതെ. അല്ല ഞാൻ കണ്ണുപൊത്തിയ നേരത്തെ നന്ദിനി എടുത്ത് അച്ഛമ്മയെ കൊഞ്ഞനം കാണിച്ചല്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഞാനോ? എപ്പോ? നീ അത് ചെയ്യുമെന്ന് എനിക്ക് അറിയാം നന്ദിനി എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അന്നേരം അച്ഛമ്മയെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. എന്താന്ന് ചോദിച്ചു അച്ഛമ്മ. അച്ഛമ്മയുടെ സൂത്രം ഫലിച്ചു എന്ന് വേദ പറഞ്ഞു. വിക്രമിനെ ഞാൻ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അതേ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനി അപ്പം അത് സൂത്രമല്ല, അച്ഛമ്മയുടെ ബുദ്ധി അതാണ് എന്ന് പറഞ്ഞിരിക്കുമ്പം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. അപ്പം നീ പറയണ്ട നന്ദിനി, കഴിഞ്ഞില്ലേ എന്ന് അച്ഛമ്മ. എന്നാലും കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ചോദിക്കാം കേട്ടോ.
അപ്പോൾ വേദ ഇങ്ങനെ നോക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടി ആരപ്പൊട്ടം കളിപ്പിക്കാനാണ് ഇവിടെ കിടന്ന് നോക്കുന്നേ? അച്ഛനെയോ അതോ അമ്മയെയോ? എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ചോദിച്ചു നന്ദിനിയെ. അന്നേരം അച്ഛമ്മ ഇങ്ങനെ വേദയെ നോക്കുക. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ എങ്ങാനും തോന്നിയിട്ടുണ്ടെങ്കിൽ കണക്കായി പോയി നന്ദിനി, നീ എഴുന്നേറ്റ് പോടി കൂശുമ്പത്തി എന്ന് അച്ഛമ്മ നന്ദിനിയെ വിളിച്ചു. ഞാൻ പോയിക്കോളാം, പക്ഷേ നാളെ ഇത് മുഴുവനും അച്ഛമ്മ മാറ്റി പറയും. ഇവളുടെ ഈ പ്ലാനിങ്ങിന് വേണ്ടിയാണോ ഇതിനൊക്കെ കൂട്ടുനിന്നതെന്ന് ഓർത്ത് അച്ഛമ്മ ദുഃഖിക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. അത് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുമ്പോൾ എന്നതാന്ന് ചോദിച്ചു അച്ഛമ്മ. അപ്പം നന്ദിനി നടത്തി ഒന്ന് അവിടെ നിന്നേ എന്ന് വേദ പറയുമ്പോൾ നന്ദിനി തിരിഞ്ഞങ്ങ് നിന്നു. പ്ലാനിങ്ങും പദ്ധതിയൊക്കെ ആർക്കൊക്കെ ആയിരുന്നു എന്ന് കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും കേട്ടോ. അപ്പോൾ ദുഃഖിക്കാനും വിഷമിക്കാനും പോകുന്നതേ ആരൊക്കെയാണെന്ന് നമുക്ക് കാണാമെന്ന് വേദ പറഞ്ഞു. നീ കുറച്ച് ദിവസമായിട്ട് കിടന്ന് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ തുറന്ന് പറ, അല്ലാണ്ട് ഇങ്ങനെ ഉമ്മാക്കി കാണിക്കല്ല വേണ്ടതെന്ന് നന്ദിനി പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.